ഇത് മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്ത് കേരളാധീശ്വരപുരത്തെ ഡ്രീംസ് വീട്. ഡ്രീംസ് എന്നാൽ സ്വപ്നങ്ങൾ. ഇവിടെ നിറയെ കൃഷിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്ന PT സുഷമ എന്ന വീട്ടമ്മയെയും കാണാം. മുഴുവൻ സമയ വീട്ടമ്മയായി സുഷമയെ വിശേഷിപ്പിക്കാനും കഴിയില്ല. ഭർത്താവ് ജയപ്രകാശ് നാരായണനൊപ്പം ബിസിനസ് കാര്യങ്ങളിൽ സജീവമാകുന്ന അവർ കുടുംബകാര്യങ്ങൾക്കൊപ്പം തന്നെയാണ് കൃഷിയെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് സുഷമയ്ക്ക് കൃഷിയോടുള്ള സ്നേഹം. മുമ്പ് വീടിന്റെ ടെറസിലാണ് കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴത് 10 ഏക്കർ പുരയിടത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. 1 ഇഞ്ച് സ്ഥലം പോലും തരിശാക്കിയിടാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ കിടന്നാൽ വേദനിക്കുന്ന ഒരു കൃഷിക്കാരിയെ ഇവിടെ കാണാം. വിവിധ കാർഷിക വിളകളുടെ സംഗമമാണ് സുഷമയുടെ കൃഷിയിടം. മഞ്ഞൾ, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ചേന, ചേമ്പ്, കപ്പ, കൂവ, വാഴ, വാനില, സപ്പോട്ട, കൂർക്ക, കുറ്റിമുല്ല, ജാതിക്ക, എള്ള്, പാഷൻ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, തീറ്റപ്പുൽ, അലങ്കാരച്ചെടികൾ, തെങ്ങ്, മീൻ വളർത്തൽ, താറാവ് വളർത്തൽ, അലങ്കാരക്കോഴികൾ, പശു വളർത്തൽ, തേനീച്ച കൃഷി, അങ്ങനെ പട്ടിക നീണ്ടുപോകും. മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചതിന് 2015-16 കർഷക ദിനത്തിൽ താനാളൂർ പഞ്ചായത്തിന്റെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം സുഷമയെ തേടിയെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജൈവഗൃഹം പദ്ധതിയിൽ ഉൾപ്പെട്ട കൃഷിയിടം കൂടിയാണിത്. പരിസ്ഥിതിക്കിണങ്ങുന്ന കൃഷിരീതികളും വളവുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മണ്ണിനെ അറിഞ്ഞ് അതിനെ ചൂഷണം ചെയ്യാതെ ഒരിഷ്ടം കൊണ്ടുള്ള കൃഷിയാണ് സുഷമ ഇവിടെ നടത്തുന്നത്. ചെടികളോടും ഒക്കെ നല്ല താല്പര്യമായിരുന്നു. ചെടികൾ, റോസ്, അതൊക്കെ വീടുകളിൽ ആദ്യത്തെ വീട്ടിൽ വെക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വീട് മാറിയതിൻ്റെ ശേഷം ഈ ചുറ്റും കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് എത്രത്തോളം നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്തിട്ട് അങ്ങനെയാണ് ഓരോന്നും ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 8 വർഷമായിട്ട് കൂടുതലായിട്ട് ചെയ്യണം. ഞങ്ങളുടെ മെയിനായിട്ടുള്ള കൃഷി തെങ്ങ് തന്നെയാണ്. തെങ്ങ് കൂടാതെ ഞാൻ മുല്ല 1000 തൈ ചെയ്യുന്നുണ്ട്. പിന്നെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കുറേ കരിവേപ്പ് ചെയ്യുന്നുണ്ട്. 300 കരിവേപ്പ് തൈ വെച്ചിട്ടുണ്ട്. പിന്നെ ജാതി, കുരുമുളക്. പച്ചക്കറി കൃഷി മാത്രമല്ല, മീൻ വളർത്തലും പശു വളർത്തലും എല്ലാം ഇവിടെയുണ്ട്. കട്ല, ഫിലോപ്പിയ, കരിമീൻ തുടങ്ങിയ മീനുകളാണ് വളർത്തുന്നത്. പ്രാദേശിക വിപണിയിലേക്ക് മീനുകളെ ഇവിടെ നിന്ന് നൽകാറുണ്ട്. മൂന്ന് പശുക്കളാണ് ഇപ്പോഴുള്ളത്. ഇതിനു മുമ്പ് ഇതിലും കൂടുതലുണ്ടായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച തൊഴുത്തുമുണ്ട്. ചാണകം വളത്തിനായി ഉപയോഗിക്കും. പശുവിനായി തീറ്റപ്പുൽ കൃഷിയും നടത്തുന്നുണ്ട്. മായം കലർന്ന തേൻ വാങ്ങി മടുത്തപ്പോഴാണ് ചെറു തേനീച്ച കൃഷി തുടങ്ങിയത്. അത് വലിയ വിജയമായി. വീട്ടാവശ്യത്തിന് പുറമെ അത്യാവശ്യം പ്രാദേശിക വിപണിയിൽ നൽകാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു കുളത്തിൽ ഞാൻ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ കരിമീനാണ് ചെയ്യണത്. ഇതൊരു 8 സെന്റ് കുളമാണ്. ഒരു 8 ഏക്കർ സ്ഥലത്തേക്ക് ഇതിൽ തന്നെയാണ് ഞങ്ങൾ വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് ഈ കുളത്തിന് ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ നല്ല പീസുകൾ കളഞ്ഞിട്ട് പുതിയ ഇത് തൂമ്പ് വരുത്തിയിട്ട് പുതിയ തൈയായിട്ട് നല്ല തൈയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നിർത്തിയതാണ്. ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷുകൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞാൻ എള്ള് കൃഷി ചെയ്യുന്നതും ഇവിടെയാണ് ചെയ്യാറ്. ചെയ്യുന്ന സമയത്ത് എള്ളെടുത്തിട്ട് എള്ളുണ്ട, എണ്ണ, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പയർ കൃഷി ചെയ്യാറുണ്ട്. കൂവപ്പൊടിയായിട്ട് കൊടുക്കണു. കഴിഞ്ഞ മാർച്ചിൽ ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ അധികമായി സമയം കിട്ടിയപ്പോഴാണ് സുഷമയുടെ മനസ്സിൽ മറ്റൊരാശയം രൂപപ്പെട്ടത്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളകൾ കൊണ്ട് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. അങ്ങനെയാണ് സുഷാസ് ഫുഡ് പ്രൊഡക്റ്റ് നിലവിൽ വരുന്നത്. നേരത്തെ ചെറിയ രീതിയിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ പ്രൊഫഷണലായി ചെയ്യാനുള്ള ശ്രമം. ശുദ്ധമായ വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ, തൈരുമുളക്, എള്ളുണ്ട, പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്, പൂളത്തൂൽ കൊണ്ടാട്ടം, മുളകുപൊടി, മഞ്ഞപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് സുഷാസ് ഫുഡ് പ്രൊഡക്റ്റിൽ നിർമ്മിക്കുന്നത്. വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പുതുതായി മരച്ചക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഫുഡ് പ്രൊഡക്റ്റുകൾക്ക് വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട്.
കൃഷിയിടത്തിൽ കൂടുതലും തെങ്ങുകളാണ്. മാസത്തിൽ 10,000-ഓളം തേങ്ങകൾ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന തേങ്ങ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റാമെന്ന ചിന്തയാണ് തേങ്ങ വറുത്തരിച്ച് തേങ്ങാക്കൂട്ടിന് തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സുഭിക്ഷ കേരളം പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പദ്ധതിയാണ്. അതിൽ വാല്യൂ അഡീഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ ആലോചിച്ചപ്പോൾ നമ്മുടെ താനാലൂർ കൃഷിഭവനിലെ പരിധിയിൽ വരുന്ന PT സുഷമ്മ എന്ന വനിതാ കർഷകയുടെ ഒരു യൂണിറ്റാണ് നമ്മൾ ഇതിന് കൂടുതലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ നാളികേരം പൊതിച്ച് കൊടുക്കുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് കൂടി ആലോചിച്ച് അതിൻ്റെ ഒരു വാല്യൂ അഡീഷന് ഒരു കറി പൗഡർ, നമ്മളൊരു ഫ്രൈഡ് കോക്കനട്ട് പൗഡർ എന്നുള്ളൊരു ആശയത്തിലാണ് ഈ പ്രൊഡക്റ്റ് ഇറക്കിയത്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ എക്കോ ഷോപ്പുകളിലും വീക്ക്ലി മാർക്കറ്റിലൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുമായിട്ട് ആലോചിച്ച് ഇൻക്യുബേഷൻ സെൻറ്ററിൽ അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ മൈക്രോബിയൽ ടെസ്റ്റും ഷെൽഫ് ലൈഫും ഒക്കെ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സർക്കാരിൻ്റെ ഒരു അംഗീകൃത പ്രൊഡക്റ്റായിട്ട് ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. തിരൂരിലെ പ്രശസ്ത ഗ്യാസ് ഏജൻസിയായ പ്രകാശ് ഗ്യാസ് ഏജൻസിയുടെ നടത്തിപ്പിൽ ഭർത്താവ് ജയപ്രകാശിനൊപ്പം സജീവമാണ് സുഷമ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്യാസ് ഏജൻസിയുടെ വിവിധ പ്രവർത്തനങ്ങളിലാകും. ഇതിനുശേഷമാണ് കൃഷിക്കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. കൃഷിയും ജോലിത്തിരക്കുകൾക്കുമിടയിലും കരകൗശല പ്രവൃത്തികളും സംഗീതവും സുഷമയുടെ കൂടെയുണ്ട്. മനസ്സിനെ ക്രിയേറ്റീവായി നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഫലമായാണ് ഈ ഭംഗിയുള്ള കലാരൂപങ്ങൾ. ഒപ്പം ഡിസൈനിങ്ങിലും ഒരു കൈ നോക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സാരികൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ഡ്രസ്സുകൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ എല്ലാം ഡിസൈൻ ചെയ്യാറുണ്ട്. ചെയ്തത് ചിലപ്പോൾ ഷേഡ് പീസ് എടുത്തിട്ട് ചെയ്യുമായിരുന്നു, ബാക്കി വേറെ ഏതെങ്കിലും തുണിയുടെ അങ്ങനെ. ഇന്നിപ്പോൾ ഒരുപാട് തുണികൾ ഇറങ്ങണ കാരണം നമ്മൾ വിചാരിച്ച തരത്തിൽ നമുക്ക് തുണികൾ കിട്ടാറുണ്ട്. ഞാൻ ചെയ്തൊരു വർക്കാണിത്. സുഷമ ഞങ്ങളുടെ പഞ്ചായത്തിനൊരു അഭിമാനമാണ്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ പ്രവർത്തനങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും വെറുതെ ഇരിക്കാത്ത ഒരാളാണ്. വളരെ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അവരെ വളരെ ബഹുമാനമാണ്. വളരെയധികം സന്തോഷമാണ് അവരായിട്ട് ഇടപെടുന്നത്. മനസ്സിനെ പുതുക്കിയെടുക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുമുള്ള കരുത്ത് നൽകുന്നത് സംഗീതമാണ്. സുധാരഞ്ജിത്തിന്റെ കീഴിൽ ഓൺലൈനായിട്ടാണ് മ്യൂസിക് പഠനം. കൃഷിയായാലും സംഗീതമായാലും ഏത് കാര്യത്തിലും വിജയിക്കണമെങ്കിൽ കുടുംബത്തിന്റെ അടിയുറച്ച പിന്തുണ അത്യാവശ്യമാണ്. ഭർത്താവ് ജയപ്രകാശും മക്കളും സുഷമയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നത്.